പരീക്ഷ പാസ്സാവാത്ത വിദ്യാർത്ഥിക്ക് ഉന്നത ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുത്ത VCയെ ഗവർണർ പുറത്താക്കി. KK ഗീതാകുമാരിയാണ് പുറത്താക്കിയിരിക്കുന്നത്. കൃത്യമായ നടപടിയാണ്. പക്ഷേ ഒരു SFIക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന BFA പാസ്സാവാതെ MFIക്ക് അഡ്മിഷൻ എടുത്തത് എന്നാണ് പറയുന്നത്. അല്ല, ഇത് ഒരുപാട് തലങ്ങൾ ഈ ഒരു സംഭവത്തിലുണ്ട്. ഇതിനകത്ത് ആദ്യം എനിക്ക് പറയാനുള്ള സംഗതി, ഇതിപ്പം നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കുട്ടികളോ അതല്ലെങ്കിൽ സഹോദരീ സഹോദരന്മാരോ അല്ലെങ്കിൽ ചെറുമക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സർവകലാശാലകളിലേക്ക്, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുമ്പം ഇനി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാര്യം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിശേഷിച്ച് സർവകലാശാലകൾ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പം തന്നെ പല സാമ്പത്തികമായ അല്പ ശേഷിയുള്ള രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ കേരളത്തിലെ സ്വയംഭരണ സർവകലാശാലകളിലാണ് അയക്കുന്നത്. ഇനിയിപ്പം വിദേശ സർവകലാശാലകൾ വരും. അപ്പോൾ സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഇത്തരം സർവകലാശാലകളിലേക്ക് അയക്കും. മറിച്ച് ഈ സ്വയംഭരണ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും മറ്റുള്ള ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കാരാക്കി മാറ്റുക, മുദ്രാവാക്യം വിളിക്കുക, അടികൊള്ളുക, അതിനകത്തുനിന്ന് ഈ പറഞ്ഞതുപോലെ നേതാക്കളെ സൃഷ്ടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ജനായത്ത സംവിധാനത്തിൻ്റെ ശക്തിയെയും കാണിക്കുന്നുണ്ട്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പൊതു നിലവാരത്തെയും കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാലടി സർവകലാശാല എടുത്ത് നോക്കുക. ഇന്ന് കേരളത്തിലല്ല, ഇന്ന് വേണമെന്ന് വെച്ചാൽ ഇന്ത്യയെ നയിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റാൻ ശേഷിയുള്ള മാറ്റേണ്ട ഒരു സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല. അത് കഴിഞ്ഞാൽ പിന്നെ മലയാള സർവകലാശാല. ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിനൊരു അതിഗംഭീരമായ ഒരു ഗണിതശാസ്ത്ര പൈതൃകമുണ്ട്. അത് ആർക്കും അറിയാൻ കിടക്കുകയാണ്. അന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അപ്പോൾ ഗണിതശാസ്ത്രം, മലയാളം, സംസ്കൃതം, ഈ 3 സാധനങ്ങൾ കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഈ നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് അത്ര സാധ്യതയുള്ള, അപ്പോൾ അങ്ങനെ സാധ്യതയുള്ള ഈ കാലടി സർവകലാശാല എന്നുള്ള പേര് പോലും ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരത്തിൽ വന്ന സാധനമാണ്. കാരണം അവിടെ എല്ലാ വകുപ്പുകളിലും നിയമിച്ചിരിക്കുന്ന ആൾക്കാരെ നോക്കുക, അവിടെ യോഗ്യതയല്ല ഏതാണ്ട് നല്ല ശതമാനം അധ്യാപകരുടെയും യോഗ്യതയല്ല അവരുടെ നിയമനത്തിനുള്ള യോഗ്യതയായിട്ട് മാറിയത്. മറിച്ച് പാർട്ടിയുടെ കത്ത് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ പ്രൊഫസർമാരാകുന്നു, അവർ ഔദ്യോഗിക സാംസ്കാരിക നായകരാകുന്നു. അതേപോലെ തന്നെ ഇതേപോലുള്ള പല കേസുകളും ഇപ്പം ഈ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് വന്നു കഴിഞ്ഞു. പിന്നെ വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ ഈ സംസ്കൃതം അറിയാവുന്നവരുടെ VC ആയിട്ടുള്ളൂ. പിന്നെ ഒരു VC ആകാനുള്ള ഇതിനിടയ്ക്ക് ഞാൻ പറയില്ല, ഇതിനിടയ്ക്ക് ഒരു CPM നേതാവിന് ശുംഭൻ എന്നുള്ള വാക്കിന് ഒരു പുതിയ അർത്ഥം നൽകിയതിൻ്റെ പേരിൽ, പ്രകാശിക്കുന്നവൻ അർത്ഥം നൽകിയതിൻ്റെ പേരിൽ അവിടെ ഒരു VCക്ക് ഒരാൾക്ക് VC സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ മാറ്റപ്പെട്ട ഒരു സംസ്കൃത സർവകലാശാലയുടെ ഒരവസ്ഥയാണ് ഈ കാണിക്കുന്നത്. BFA പാസ്സാകാത്ത ഒരു വിദ്യാർത്ഥിക്ക് MFAക്ക് അഡ്മിഷൻ കൊടുക്കുന്നു, MFA പാസ്സാവുന്നു. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വകുപ്പുകളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സിൻഡിക്കേറ്റ് ഇതിന് MFA പാസ്സായില്ല എന്ന് പറഞ്ഞിട്ട് അത് അനുകൂലിക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് സർവകലാശാലയുടെ ആ ഒരു പ്രവർത്തന രീതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. സിൻഡിക്കേറ്റ് ഈ തീരുമാനം എടുക്കുമ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ യോഗ്യത ആലോചിച്ച് നോക്കൂ. അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്, അവരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞത് ഇവിടുത്തെ അവിടുന്ന് സർവകലാശാലയുടെ വിദ്യാഭ്യാസ നിലവാരം സംരക്ഷിക്കുന്നതിലാണോ അതോ പാർട്ടി താല്പര്യം സംരക്ഷിക്കുന്നതിലാണോ? വളരെ പ്രസക്തമായ സാധനമാണ്. ഒരു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നയിക്കേണ്ടവരാണത്, അല്ലേ? ഇപ്പം VCയെ പോലും തിരുത്താൻ ശേഷിയുള്ള ഒരു ഭരണസമിതിയാണല്ലോ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് ഈ സർവകലാശാലയിലുള്ളത്. മിക്ക സർവകലാശാലകളിൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയെത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത്തരം സർവകലാശാലകളിൽ നിന്ന് വലിയ പ്രതീക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഇത്തരം സർവകലാശാലകളിൽ സമൂഹം ആരെങ്കിലും ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകനെ അധ്യാപികയെ നമുക്കൊന്ന് കാണാൻ കഴിയുന്നുണ്ട്? കേരളത്തിൽ മികച്ച അധ്യാപകരായിട്ട് ഇന്ന് പറയപ്പെടുന്ന ആരും ഇല്ല സർ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സമൂഹത്തിന്റെ ഗതികേടാണ്. ഇത്രയും 100% ലിറ്ററസി, പ്രബുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ലേബൽ ഒട്ടിച്ച് കാണിക്കാറുണ്ട്. ഒരു നല്ല അധ്യാപകനെ കേരളത്തിൻ്റെ
ഒരു 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 എന്താ പറയുക, ഒരു അധ്യാപകൻ എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ കേരളം ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകൻ എന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സർവകലാശാലകൾ മുഴുവൻ മാറി പാർട്ടിക്കാരുടെ ആൾക്കാരെ കൊണ്ട് പ്രൊഫസർമാരാക്കി കൊണ്ട് തള്ളിയിടുന്നു, യോഗ്യതയുള്ളവരെ തള്ളി മാറ്റുന്നു. അതേപോലെ തന്നെ പരീക്ഷ എഴുതാതെ, ഇത് ഒന്നാമത്തെ സംഭവമല്ല, പരീക്ഷ എഴുതാതെ ഡിഗ്രി പാസ്സാകാതെ പോസ്റ്റ് ഗ്രാജുവേഷനും മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പഠിക്കുന്നതും പാസ്സാവുന്നതും ഒന്നാമത്തെ സംഭവമല്ല. ഈ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തന്നെ ഇതെനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സംഭവമാണെന്ന് തോന്നുന്നു. ഇതേപോലെ സമാനമായ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ PSCയിലെ നേരത്തെ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിൻ്റെ വിഷയം, അതൊക്കെ ഇവിടെ വളരെയധികം ചർച്ച ചെയ്തതാണ് കേരളം. പക്ഷേ ഇതൊക്കെ അങ്ങ് നോർമലൈസ് ചെയ്യപ്പെട്ട് പോകുന്നു. അതേപോലെ ഈ ഈ ഒരു പ്രത്യേക സംഭവം എടുത്ത് നോക്കുക. ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ ഈ ഗീതാകുമാരി ഇതിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഗവർണർ കൊടുക്കാതിരുന്നത്? ഇതിപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യേണ്ട ഒരു സംഗതിയല്ല. ഒരു വൈസ് ചാൻസലറെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഒരു ഗവർണർ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു സർവകലാശാലയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഒരു വൈസ് ചാൻസലറെ ഒരു വീഴ്ചയുടെ പേരിൽ, ആ വീഴ്ച എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും വൈസ് ചാൻസലർ തടയേണ്ടതായിരുന്നു. അതെ. ഒരു ഡിഗ്രി പാസ്സാകാത്ത വിദ്യാർത്ഥിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ജയിപ്പിച്ചു വിടുക എന്ന് പറയുന്ന പ്രവൃത്തി ഒരിക്കലും ഒരു വിദ്യാഭ്യാസത്തോട് ലേശം, പ്രൊഫസറൊക്കെ മാറ്റി വിടുക, അത്യാവശ്യം വിദ്യാഭ്യാസം ഒന്ന് കേട്ടിട്ടുള്ള വ്യക്തി പോലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രക്രിയയാണ് ആ സർവകലാശാലയിൽ നിന്ന് ചെയ്തത്. അവിടുത്തെ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. ഒന്ന്, ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു തെറ്റ്, തോൽക്കാത്ത ഒരാളെ അടുത്ത കോഴ്സിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത്. അത് നിയമ പ്രശ്നങ്ങൾ, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയും കൂടെ അതിനകത്തുണ്ട്, ഇല്ലേ? ക്രിമിനൽ കുറ്റം കൂടെ അതിനകത്തുണ്ട്. എന്നിട്ട് ഇതെല്ലാം സംബന്ധിച്ചിട്ട് ഒരു ഡോക്യുമെൻറ്റ്സ് ഗവർണർ ചോദിക്കുമ്പം കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത്രയും ഒരു ഗതികേടിലേക്ക് ഒരു വൈസ് ചാൻസലർ, ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് അങ്ങനെ പോകേണ്ടി വരുന്നു എന്ന് വരികയും ആ വൈസ് ചാൻസലറെ നീക്കം ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ. ഒരു സർവകലാശാലയ്ക്ക് ഇതിൽ പരം ലജ്ജിക്കാനുള്ളൊരവസ്ഥയുണ്ടോ? സംസ്കൃത സർവകലാശാലയുടെ, വേറെ ഏത് സർവകലാശാലയാണെങ്കിലും കുഴപ്പമില്ല, സംസ്കൃതം എന്ന് വെച്ചാൽ എല്ലാം ഏറ്റവും കൂടുതൽ സംസ്കാരം പ്രകടമാകേണ്ട ഒരു സർവകലാശാലയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് സംസ്കൃതം, അതുകൊണ്ടാണത് സംസ്കൃതമാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു സാർവലൗകികമായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സംസ്കരിക്കപ്പെട്ട് അതിൻ്റെ ഒരു അറിവിൽ നിന്നുണ്ടായ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. ആ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറെയാണ് ഈ ഒരു ക്രിമിനൽ കുറ്റം ഒരു ഭാഗത്ത്, വിദ്യാഭ്യാസത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരു നടപടി മറുഭാഗത്ത്, അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ്, ഇവിടെ എല്ലാം ഒരു ഗൂഢസംഘം പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം താല്പര്യം സംരക്ഷിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ ആണോ? അല്ല. സർവകലാശാലയുടെ പിന്നെ യശസ്സോ അല്ലെങ്കിൽ അന്തസ്സോ അതിൻ്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനുള്ള ആവശ്യമായ രീതിയാണോ? അല്ല. മറിച്ച് വെറും താല്പര്യം. ഒരു വിദ്യാർത്ഥിക്ക് എനിക്ക് ഒരു പരീക്ഷ ജയിക്കാതെ എനിക്ക് MA പഠിക്കാൻ, അല്ലെ BFA ജയിക്കാതെ എനിക്ക് MFAക്ക് ജോയിൻ ചെയ്യാം എന്നൊരു ആത്മവിശ്വാസം ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥിക്ക് അവന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഒരു പശ്ചാത്തലം, ഒരു സംസ്കാരമുണ്ട് ഇവിടെ. ആ സംസ്കാരമാണ് ഏറ്റവും വലിയ അപകടം. ആ സംസ്കാരം ആ വിദ്യാർത്ഥി മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഈ സ്വാധീനമുണ്ടെങ്കിൽ നമ്മുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ദാഹാർത്ഥികളെ പോലെ നമ്മുടെ പാർട്ടി അംഗങ്ങളുടെ മുമ്പിൽ യാചകരെ പോലെ നിൽക്കുന്ന വ്യക്തികളാണെന്നും അറിയാവുന്നുള്ള ബോധം. അതേപോലെ തന്നെ വൈസ് ചാൻസലർക്ക് അവിടെ തുടർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വാസ്തവം പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രൊഫസർ ഒരു സ്ത്രീയും കൂടെ ആയതിൻ്റെ പേരിൽ, കാര്യം ആണുങ്ങളെ പോലെ അല്ല സ്ത്രീകൾ കുറേ കൂടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ഈ സ്വതസിദ്ധമായ വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് സ്ത്രീകൾ. കാരണം അവരുടെ ആ ഒരു പൊതു സ്വഭാവം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഫസർ ഒരു വനിതയായിട്ട് പോലും ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നു, ആ സ്ഥാനത്തിരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു ഈ വൃത്തികേട് കണ്ടിട്ടും എന്നുള്ളത് നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹം വെറും ഒരു വൈസ് ചാൻസലറെ നീക്കി എന്നുള്ളൊരു വാർത്തയായിട്ട് മാത്രം കാണേണ്ടതല്ല, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതാണ്. ഏത് സംസ്കാരമാണ് ഈ വിദ്യാർത്ഥിയെ ഇങ്ങനെ ഈ BFA, അത് മാത്രമല്ല
15-16 വർഷത്തിന് ശേഷം വന്നിട്ടാണ്. അതെ, 2001 2005 അല്ലേ? കോഴ്സ്. അതെ, അത് കഴിഞ്ഞിട്ട് അയാൾക്ക് മാത്രമല്ല ആ വിദ്യാർത്ഥിക്ക് 30-ലേറെ വയസ്സുണ്ടാവും. അതെ, അല്ലേ? ഉറപ്പായിട്ടും. അതെ, 30 40 അടുത്ത വയസ്സുണ്ടാവും. ഒരു 20കളിലൊക്കെ അല്ലെ പിന്നെ കൗമാരപ്രായത്തിലൊക്കെ ഇത്തരത്തിലുള്ള വൃത്തികളിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു 30 കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പോലും ഒരു എങ്ങനെയാണ് ഒരു പൗരനായിട്ട് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാനും, അല്ലേ? അപ്പോൾ അത് നമ്മുടെ ഒരു പ്രബുദ്ധ കേരളം എന്നാണ് പറയുന്നത്. 30 വയസ്സ് കഴിഞ്ഞിട്ട് പോലും ഒരു മിനിമം അറിവില്ലാത്ത ഒരു വ്യക്തി കേരളത്തിൽ വളർന്നു വരുന്നു എന്ന് പറയുന്നത് സമൂഹത്തിന് ഭീഷണിയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ നോക്കിക്കാണാനായിട്ട് ഉള്ള ഒരു സംഭവമായിട്ട് നമ്മുടെ സംസ്കൃത സർവകലാശാല, ശ്രീ ശങ്കരാചാര്യൻ്റെ പേരിലുള്ള സർവകലാശാല, പലപ്പോഴും എല്ലാവരും നമ്മുടെ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും ഒക്കെ ഇതിനെ കാലടി സർവകലാശാല എന്ന് പറയുന്നതിൻ്റെ കാരണം അവർ ശങ്കരനെ അംഗീകരിക്കുന്നില്ല. ഈ ശങ്കരൻ്റെ എന്തെങ്കിലും ഒരു വരി വായിച്ചു നോക്കാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചില്ല, വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അല്ല, ഇതാണ് അതിൻ്റെ പ്രശ്നം. ശരി, ഒരാൾക്ക് നിങ്ങളെ ശ്രീനാരായണ ഗുരു ശങ്കരനെ ശ്രീകൃഷ്ണനായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുകമ്പാദശകം കവിത എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ശങ്കരാചാര്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞത് വിഡ്ഢിത്തരമാണ്, അപകടകരമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശങ്കരാചാര്യരെ വിമർശിക്കപ്പെടാൻ പറ്റാത്ത വ്യക്തിയൊന്നുമല്ല. ആരെ വിമർശിക്കാം? വിമർശിക്കണം. ശങ്കരാചാര്യർ പോലും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വാദിച്ചും തർക്കിച്ചും ഒക്കെയാണ് അദ്ദേഹം അതിലേക്ക് എത്തുകയും ഓരോന്ന് കണ്ടെത്തുകയും ഇതല്ല സത്യമെന്ന് നേതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സത്യത്തെ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ ചുമ്മാ ശങ്കരാചാര്യർ പിന്നെ വേറെ ഏതോ ഒരു ജീർണതയുടെ പ്രതീകമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അടച്ചാക്ഷേപിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ശങ്കരാചാര്യ അങ്ങനെയാണെങ്കിൽ ഒരു കാരണം ആത്മാഭിമാനം വേണം അവർക്ക്. ഇപ്പം ശങ്കരാചാര്യരെ അംഗീകരിക്കാത്ത ഒരു വ്യക്തി അവിടെ ജോലിക്ക് പോകാനെങ്കിൽ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടോ ആരായിട്ടാണെങ്കിലും പോകാനെങ്കിലും തയ്യാറാകരുത്, അല്ലേ? ആ ഒരു ആത്മാഭിമാനമെങ്കിലും അവിടെയുള്ള അധ്യാപകരും അവിടെ ഈ കയറുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ കാണിക്കേണ്ടതാണ്. നിങ്ങൾ ശങ്കരനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട. അതുകൊണ്ടാണ് ഒരു ബോധപൂർവമായിട്ട് കാലടി സർവകലാശാല എന്ന് പറയത്തുള്ളൂ. സംസ്കൃത സർവകലാശാലയെന്ന് പോലും ഇവിടുത്തെ ഈ ചില പ്രൊഫസർമാർ പറയത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതം അധികാരത്തിൻ്റെ ഭാഷയെന്നാണ് പറയുന്നത്. ഇപ്പം മലയാളത്തിലുള്ള പ്രൊഫസർമാരൊക്കെ സംസ്കൃതം അവർ പഠിക്കണമെന്നാണ് വയ്പ്പ്, അല്ലേ? അതിൻ്റെ ഒരു സബ്സിഡറി സബ്ജക്റ്റായിട്ട് പഠിക്കണമെന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ മലയാളം സബ്സിഡറി സബ്ജക്റ്റായിട്ട് അല്പമെങ്കിലും സംസ്കൃതത്തെക്കുറിച്ചിട്ട് വിജ്ഞാനമില്ലെങ്കിൽ മലയാളം പ്രയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ അവിടെ കയറിയിരിക്കുന്ന പല അധ്യാപകരുണ്ട്. അധ്യാപകരുടെ പേരിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് സ്വന്തം പേരിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കുന്ന അവസ്ഥയാണ്. അത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഭാഷ അറിയണം. അപ്പോൾ ഇത് കാണിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുവായ അവസ്ഥയും, ശരിക്കും പറഞ്ഞാൽ കേരളീയ സമൂഹം ഇതിനെ വെറും ഒരു VCA മാറ്റൽ നടപടിയോ അല്ലെങ്കിൽ ഗവർണറുടെ നടപടിയോ അല്ലെങ്കിൽ കോടതിയിൽ ഇതിൻ്റെ കേസിനെ എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് നോക്കുന്നതിനുപരിയായിട്ട് കേരളത്തെ ഓരോ മലയാളിയെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ട് ഇതിനെ കാണണമെന്നാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വളരെ നിങ്ങൾക്ക് വേണ്ട വാർത്തകളെല്ലാം തന്നെ ചെയ്യുന്നത് ഇന്ത്യ ലൈവാണ്. മറ്റു മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന വാർത്തകളും ഇന്ത്യ ലൈവിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഒപ്പം അമർത്തുക. നിങ്ങൾക്ക് യഥാസമയം നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം കമൻറ്റുകളായിട്ട് വീഡിയോയിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, വീഡിയോകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.